Mango querían, pues comamos mango. El problema no es cuando entra, sino cuando sale. ഒരു കംപ്ലീറ്റ് ഡോമിനൻസ് കാഴ്ചവെച്ച എതിരില്ലാത്ത 3 ഗോളിന്റെ ആധികാരികമായിട്ടുള്ള ഈ ഹോം വിജയം കണ്ടിട്ടും ഒരു അഡ്രിനാലിൻ റഷ് ഒന്നും കിട്ടിയില്ല. ഒന്ന്, ഈ മത്സരത്തിൽ നമ്മൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം മുഹമ്മദൻസ് FC ഒരു ശോകം ടീമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ മുഹമ്മദൻസ് ശോകം എന്നല്ല, ഒരു ശരാശരിയിലും വളരെ താഴെയുള്ള ഒരു പെർഫോമൻസ് മാത്രമാണ് കാഴ്ചവെച്ചത്. എന്നിട്ട് പോലും മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് ആ ട്രാക്കിലേക്ക് എത്താൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം നമ്മൾ എവിഡന്റ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. എന്തായാലും മത്സരം കഴിയുമ്പോൾ ഈ വർഷത്തെ അവസാന ഹോം മത്സരത്തിൽ വിജയിക്കാനായി എന്നതും ഇനി മുന്നോട്ടുള്ള യാത്രയിലെ ഒരു ഹോപ്പ് നിലനിർത്താനായി എന്നതും 2 പോസിറ്റീവ് കാര്യങ്ങളാണ്. ഈ മത്സരത്തെ നമുക്ക് 2 വിഭാഗമായിട്ട് നോക്കാം ബേസ്ഡ് ഓൺ ദ ഹാഫ്. മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ പ്ലാൻ ഇത് തന്നെയായിരിക്കണം. ആദ്യ 15 മിനിറ്റിനുള്ളിൽ ഒരു ഗോൾ നേടിക്കഴിഞ്ഞിട്ട് മുഹമ്മദൻസ് എഫ്സിയുടെ കോൺഫിഡൻസ് തകർക്കുക. അതിനായിട്ട് ഹൈ പ്രസിംഗ് ആൻഡ് സ്പീഡി ഗെയിം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. പക്ഷെ അറ്റാക്ക് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്ത പ്ലാൻ ഒരു ടെംപ്ലേറ്റ് പ്ലാൻ ആയിരുന്നു എന്നതാണ് ശോകം. വിങ്ങിലുള്ള നോവയ്ക്ക് പാസ് കൊടുത്ത് നോവ ക്രോസ് ചെയ്യും, അത് ആരെങ്കിലും തട്ടി ഗോളാക്കണം. ഇത് തന്നെയായിരുന്നു പ്ലാൻ. പക്ഷെ 1 മാൻ സ്ട്രൈക്കർ മാത്രമായിരുന്ന പെപ്രയ്ക്ക് ആ ഒരു പ്ലാനിൽ ഒരു ഇൻപുട്ടും നൽകാൻ സാധിച്ചില്ല. ഒരു അണ്ടർസ്റ്റാൻഡിംഗും ഇല്ലാത്ത ഒരു ബോറിംഗ് ഫസ്റ്റ് ഹാഫ് ആയിട്ട് ആദ്യ പകുതി പിന്നീട് എല്ലാ തവണത്തെയും പോലെ രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കീഴിൽ കളി വരുന്നു. രണ്ടാം പകുതിക്ക് ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന് ഒന്നും മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും മുഹമ്മദൻസ് എഫ്സിയുടെ അറ്റാക്കിങ്ങിന് വ്യക്തമായ പദ്ധതികൾ ഇല്ലാത്തത് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്വാൻറ്റേജ്. മുഹമ്മദൻസ് താരമായിട്ടുള്ള കൊസിമാവിന്റെ ഒരു ടാക്ടിക്കൽ ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നോവയ്ക്ക് പാസ് കൊടുക്കുന്നു. ഒരു സ്റ്റുപ്പിഡ് സ്ട്രാറ്റജി ആൻഡ് വേഴ്സ്റ്റ് ഫ്രീ കിക്ക്. അത്തരം അബദ്ധങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് മുഹമ്മദൻസിന്റെ വിന്നിംഗ് ക്രേവ് അത്രയേ ഉള്ളൂ എന്ന്. ഈവൻ ദോ മുഹമ്മദൻസിന്റെ അറ്റാക്കിംഗ് വീക്ക് ആയിരുന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ഒരു ഈസിയായി അറ്റാക്ക് ചെയ്ത് അകത്തേക്ക് കയറാൻ അവർ സമ്മതിച്ചിരുന്നില്ല. ആൻഡ് ഫൈനലി ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കോർണർ വരുന്നു. അഡ്രിയാൻ ലൂണ കോർണർ എടുക്കുന്നു. ആൻഡ് ഗോൾ കീപ്പർ ഭാസ്കറിന്റെ ഒരു സൂപ്പർമാൻ പഞ്ച് ഗോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു സെൽഫ് ഗോൾ ആയിട്ട് കിട്ടുന്നു. കഥം. അതുവരെ പിടിച്ചു നിന്ന മുഹമ്മദൻസിന്റെ കോൺഫിഡൻസ് എല്ലാം അവിടെ താറുമാറായി. ഒരുപാട് കോർണറുകൾ കിട്ടിയിട്ട് എത്രയോ കാലത്തിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു കോർണർ ഇങ്ങനെ മുതലാക്കുന്നു. കുറച്ചെങ്കിലും താളമുണ്ടായിരുന്ന മുഹമ്മദൻസിന്റെ മുന്നേറ്റം ആ ഒരു ഗോളിന് ശേഷം കംപ്ലീറ്റ്ലി തകർന്നു. തുടർച്ചയായ അറ്റാക്കിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന് രണ്ടാമത്തെ ഗോൾ വരുന്നു. പക്ഷെ ആ ഒരു ഗോളിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് കോറു സിംഗ്. ഫാൻസിന്റെ കണ്ണിൽ പൊടിയിടാനായിട്ടാണോ എന്നറിയില്ല, എന്തായാലും കോറു സിംഗിന്റെ കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് 2029 വരെ നീട്ടി. ആ ഒരു ആശ്വാസത്തിൽ ഈ ഒരു മത്സരത്തിലെ കോറു സിംഗിന്റെ പെർഫോമൻസ് കാണുമ്പോൾ ഒരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ. ആ വലത് വിങ്ങിൽ കോറു സിംഗ് അഴിഞ്ഞാടുകയായിരുന്നു. ബോത്ത് അറ്റാക്കിംഗ് ആൻഡ് ഡിഫെൻഡിങ്ങിൽ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഫുള്ളി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈവൻ പല ക്രോസുകളിലും എതിരാളിയുടെ ബോക്സിനകത്ത് കോറു സിംഗ് പ്രസന്റ് ആയിരുന്നു. എനിവേ ബോക്സിന് പുറത്ത് നിന്ന് കോറു സിംഗിന്റെ ഒരു കൃത്യമായ ലോങ് പാസ് നോവ സദോയി ഫ്രീ ഹെഡറിലൂടെ ഗോൾ നേടുന്നു. ആ ഗോൾ കണ്ടാൽ നമുക്കറിയാം മുഹമ്മദൻസ് എഫ്സിയുടെ ഡിഫൻഡേഴ്സ് ഒന്നും ഒരു ചാലഞ്ച് പോലും കൊടുക്കുന്നില്ല. ഇതിനിടയ്ക്കാണ് സന്ദീപ് സിംഗിനെ മാറ്റിയിട്ട് ഐബൻ ഡോളിംഗ് എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. അതൊരു റൈറ്റ് ബാക്ക് പൊസിഷനിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്നിട്ട് പോലും ഈ മത്സരത്തിൽ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണ് എന്നുള്ളത് വളരെ വിസിബിൾ ആയിരുന്നു. ഇത്രയും ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സിനൊക്കെ ഇഞ്ചുറി കാരണം നമ്മൾ വെറുതെ ബാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചുറിയുടെ കേസ് പറഞ്ഞപ്പോഴാണ് ട്രെയിനിങ് സെഷനിൽ വെച്ച് ഹീസസ് ഡിമിനസിനും ഇഞ്ചുറി പറ്റി ഇനി ഒരു 2-3 മത്സരത്തിന് പുള്ളി ഉണ്ടായില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിന് മാത്രം ഇത്രയധികം ഇഞ്ചുറീസ് വരുന്നത്? അതൊരു വളരെ കൺസേണിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അങ്ങനെ വീണ്ടും 2 സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. അലക്സാണ്ടർ കോയഫ് ആൻഡ് ലാൽത്തൻ മാവിയ, 2 സൂപ്പർ സബ്സ്. ഒരു കിഡിലൻ യങ് പ്ലെയർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന ലേബലിൽ വന്നതാണ് ലാൽത്തൻ മാവിയ എന്ന് പറയുന്ന പ്ലെയർ. പിന്നെ മച്ചാനെ എവിടെയും കണ്ടിട്ടില്ല. ആൻഡ് ഇന്ന് നോവ സദോയ്ക്ക് പകരക്കാരനായിട്ട് അയാൾ ഇറങ്ങി. അവസരം കിട്ടിയതിന്റെ ആഹ്ലാദത്തിൽ വന്ന ഉടനെ തന്നെ ഒരു ഷോട്ട് പഠിച്ചു. ആൻഡ് ഇറ്റ് വാസ് വെരി ഡീസന്റ്. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് ലൂണയിലേക്ക് കൊടുത്തൊരു പാസ് ക്ലീൻ ആൻഡ് കിട്ടില്ല. ആ പാസ് കളക്ട് ചെയ്ത അഡ്രിയാൻ ലൂണ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയി വെയിറ്റ് ചെയ്ത് ഓടിയെത്തിയ കോയഫിലേക്ക് പന്ത് മറിച്ചു നൽകി. പന്ത് കാലിലൊതുക്കി അലക്സാണ്ടർ കോയഫ് മത്സരം സീൽ ചെയ്തുകൊണ്ടുള്ള ഒരു ഗോൾ കൂടെ നേടി. ഇവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തെക്കാൾ മുഹമ്മദൻസിന്റെ ബലഹീനതയാണ് എടുത്തു നിൽക്കുന്നത്. ദാറ്റ്സ് എ ഫാക്ട്. ഈ ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് ചില ഇൻഡിവിജ്വൽ എറേഴ്സുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദൻസ് ഒന്നും അത് മുതലെടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ്. തുറന്നു പറഞ്ഞാൽ ഈ ഒരു മത്സരം ഒരിക്കലും വിലയിരുത്താൻ സാധിക്കാത്ത ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്. കഴിഞ്ഞ ദിവസം കോച്ചിനെ സാക്ക് ചെയ്തപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പോയിന്റ് ഔട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. ഈ മത്സരത്തിലും ജംഷഡ്പൂർ എഫ് സിയുമായിട്ടും പഞ്ചാബ് എഫ് സിയുമായിട്ടൊക്കെ നമുക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം
അതിനുള്ള പൊട്ടൻഷ്യൽ ഈ ടീമിന് ഇപ്പോഴുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കിരീടം വിൻ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഈ വരുന്ന ജാനുവരി ട്രാൻസ്ഫർ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നോട്ടുള്ള യാത്ര. എന്തായാലും ഈ ഒരു വിജയം കണ്ടതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കണ്ണ് മഞ്ഞളിച്ചു, മാനേജ്മെന്റ് മെയിൻ എന്നൊന്നും ആരും പറയാൻ പോകുന്നില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്തായാലും ഒരു ക്ലീൻ ഷീറ്റോട് കൂടിയുള്ള ഒരു വിജയം നേടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു വിജയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്.